ബി.ജെ.പി. നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ കട്ടൌട്ടുകൾ മുതൽ പ്രചാരണ കൊടികൾ വരെയുള്ളവ അഴിമതിക്കുള്ള ആയുധങ്ങളാക്കി മാറ്റിയ നേതാക്കളുടെ നടപടി പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളെയും ഗ്രൂപ്പിസത്തെയും വീണ്ടും തെരുവിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സമ്മർദ്ദങ്ങൾക്കൊടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് മുഴുവൻ മണ്ഡലങ്ങളിലും ബി.ജെ.പി. ഓഡിറ്റ് സംഘം അന്വേഷിക്കാനൊരുങ്ങുകയാണ്. ഈ വിഷയം ഇന്ന് സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നു. ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ മുഖം നഷ്ടപ്പെട്ട് ബി.ജെ.പി. കൊടകര കുഴൽപ്പണ കേസിന്റെ നാണക്കേടിൽ നിന്നും കരകയറും മുൻപ് വീണ്ടും ഉയർന്ന തിരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറി ആരോപണത്തിൽ പകച്ചു നിൽക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്കു നേരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് സംസ്ഥാന നേതൃത്വം ആവർത്തിക്കുമ്പോഴാണ് പുതിയ ആരോപണങ്ങളും തെളിവുകളും ഒക്കെ പുറത്തു വരുന്നത്. ഇത് ബി.ജെ.പിക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. എല്ലാ വർഷവും നിയോജക മണ്ഡല തലം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഓഡിറ്റ് നടത്താറുണ്ടെന്നും ഈ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് തന്നെ അതിന്റെ ഫണ്ട് കൈകാര്യം ചെയ്തതുകൂടി സ്വാഭാവികമായും പരിശോധിക്കുമെന്നും ഓഡിറ്റിന് നേതൃത്വം നൽകുന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ്, ജോയിന്റ് ട്രഷറർ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സമ്പൂർണ്ണ ഓഡിറ്റ് നടത്തുന്നത്. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പാലക്കാട്, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നായിരുന്നു നേതൃത്വത്തിന് പരാതി ലഭിച്ചത്. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് കോടികളുടെ ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പുകളും പുറത്തുവന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ടാണ് വിവിധ നേതാക്കൾ തട്ടിയെടുത്തു എന്ന ആരോപണം വന്നത്. ജില്ലയ്ക്ക് നൽകിയ ഫണ്ടിൽ നിന്ന് 4.5 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു എന്ന പരാതിയാണ് തൃശൂരിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തിയത്. മറ്റ് പല ജില്ലകളിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന ആരോപണവും ഉയരുന്നു. തൃശൂർ ജില്ലയുടെ പരിധിയിലുള്ള നിയോജക മണ്ഡലത്തിലെ പ്രചാരണത്തിന് ലഭിച്ച 9 കോടിയോളം രൂപയും പ്രവർത്തകരിൽ നിന്നും മറ്റുമായി പിരിച്ചെടുത്ത പണവുമൊക്കെ ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു സൂക്ഷിച്ചത്. ഈ പണം ചില നേതാക്കൾ ചേർന്ന് ഇൻകം ടാക്സ് റെയ്ഡിന്റെ പേര് പറഞ്ഞ് ഇവിടെ നിന്നും മാറ്റിയിരുന്നു. പാർട്ടി സംസ്ഥാന ഭാരവാഹിയും ചില ജില്ലാ നേതാക്കളും കൂടിയാണ് പണം തട്ടിയെടുത്തതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. തൃശൂരിലെ പ്രധാന നേതാവിന്റെ പരാതിയെ തുടർന്ന് പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിലെ കട്ടൌട്ടിന്റെ പേരിൽ പോലും വ്യാജ ബില്ലുണ്ടാക്കി 16 ലക്ഷം രൂപ വീതിച്ചെടുക്കാമെന്ന് സംസ്ഥാന സമിതി അംഗത്തിൻ്റെതെന്ന പേരിൽ ഒരു ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. കേന്ദ്രം സൗജന്യമായി നൽകിയ കൊടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വം സ്വന്തം നിലയിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് 1,62 ലക്ഷം രൂപയ്ക്ക് കൊടികൾ വാങ്ങി. ഈ ഇടപാടിന് 31 ലക്ഷം രൂപ സംസ്ഥാന സെക്രട്ടറി മുൻകൂറായി കമ്മീഷൻ വാങ്ങിയെന്നാണ് മറ്റൊരു ബി.ജെ.പി. നേതാവിനോട് സ്ഥാപനത്തിന്റെ പ്രതിനിധി ശബ്ദരേഖയിൽ വെളിപ്പെടുത്തിയത്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷിന് ബി.ജെ.പി. നേതാവ് അയച്ച കത്തിൽ ക്രമക്കേടുകൾ അക്കമിട്ട് പറയുന്നുണ്ട്. കൊടികളുടെയും കട്ടൌട്ടിന്റെയും നിർമ്മാണത്തിൽ കമ്മീഷൻ കൈപ്പറ്റിയെന്നും ഹോട്ടലിൽ 30 റൂം ബുക്ക് ചെയ്ത് ബില്ല് തട്ടിപ്പ് നടത്തിയെന്നും കത്തിലുണ്ട്. ഉയർന്ന തുകയ്ക്ക് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് കമ്മീഷൻ നേടിയെന്നും കേന്ദ്രം സൗജന്യമായി നൽകിയ പാർട്ടി കൊടികൾ ഒരു നേതാവ് 2 ലക്ഷം വാങ്ങിയാണ് മണ്ഡലത്തിൽ നൽകിയതെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. കത്തയച്ച് കുറച്ചു നാളുകൾക്കു ശേഷമാണ് ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നത് ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പോടുകൂടി പാർട്ടി ലെറ്റർ പാഡിൽ അറിയിപ്പ് പുറത്തു വന്നു. എന്നാൽ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും വ്യാജ ലെറ്റർ ഹെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും സംസ്ഥാന നേതൃത്വം അറിയിച്ചു. തുടർന്ന് വിഷയത്തിൽ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തു. ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് ബാഗ് നിറയെ പണവുമായി സെൽഫി എടുത്ത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും എടുത്തതാണോ എന്ന ആരോപണം ഉയർന്നതോടെ ഈ പോസ്റ്റ് പിൻവലിച്ചു. ഇതിനെക്കുറിച്ചും ഇപ്പോൾ സംഘടന അന്വേഷിക്കുന്നുണ്ട്. അടുത്തിടെ കാറ് വാങ്ങിയ കോട്ടയത്തെ ഒരു യുവ നേതാവിനും ഈ തിരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേടിൽ പങ്കുണ്ടെന്ന പരാതിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മണിക്കൂറിന് 3.4 ലക്ഷം നൽകി ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരുന്നു. എന്നാൽ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണിക്കൂറിന് 2.7 ലക്ഷം രൂപയായിരുന്നു വാടക. വാടക ഇനത്തിലെ ഈ വ്യത്യാസത്തിൽ അഴിമതി ആരോപിച്ചും സംസ്ഥാന നേതൃത്വത്തിന് പരാതി പോയിട്ടുണ്ട്. ഇതിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പ്രമുഖർ ഇതേ വാടകയ്ക്ക് മറ്റൊരു ഹെലികോപ്റ്ററിന് കൂടി കരാർ നൽകി.
മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന കേന്ദ്ര പ്രതിനിധി ഇത് ചോദ്യം ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പ് ഫണ്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഈ ആരോപണങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുമെന്നാണ് ഓഡിറ്റ് സംഘത്തിന്റെ പ്രതീക്ഷ. സംസ്ഥാന BJPയിലെ ഫണ്ട് വെട്ടിപ്പിൽ RSSും പാർട്ടി ദേശീയ നേതൃത്വവും കടുത്ത അതൃപ്തിയിലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 സീറ്റുകളിൽ ജയിച്ചതിന്റെ എല്ലാ ശോഭയും കെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണങ്ങൾ എന്നാണ് RSS വിലയിരുത്തൽ. അഴിമതി ആരോപണം ജനവിശ്വാസത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലും സംഘടനയ്ക്കുണ്ട്. വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്ന നിലപാടിലാണ് RSS. ഇതേ നിലപാടിലാണ് BJP ദേശീയ നേതൃത്വവും. പണവിവാദം BJPയെ പിടികൂടുന്നത് ഇതാദ്യമല്ല. കൊടകര കുഴൽപ്പണ ഇടപാടായിരുന്നു ഇടക്കാലത്തെ വിവാദം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ BJP കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായ ഒരു വെല്ലുവിളി തന്നെയാണ്. തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും സംഘടനാപരമായ വളർച്ചയ്ക്കുമിടയിലും ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെയും പ്രതിച്ഛായയെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ആരോപണങ്ങളെക്കുറിച്ച് RSSും കേന്ദ്ര നേതൃത്വവും അതീവ ജാഗ്രത പുലർത്തുകയും BJP സംസ്ഥാന നേതൃത്വം ഓഡിറ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തതോടെ പാർട്ടി ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിലെ സംഘടനാപരമായ നിലപാടുകൾ കേരളത്തിലെ BJPയുടെ ഭാവി രാഷ്ട്രീയ ഗതിയെ നിർണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. സ്പോട്ട്ലൈറ്റിൽ മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.